ഐലക്കാട് അൽ സിറാജ് 4ാം വാർഷികത്തോടനുബന്ധിച്ച് അവാർഡ് ദാനവും ആദരിക്കലും സാംസ്കാരിക സായാഹ്നവും ഡിസംബർ 31 ചൊവ്വാഴ്ച 2 മണി മുതൽ 6 മണി വരെ ഐലക്കാട് ഖദീജ കാസിൽ ഓഡിറ്റോറിയത്തിലെ കെ.വി. മുഹമ്മദ് ഹാജി നഗറിൽ നടക്കും. സ്വാഗത സംഘം ചെയർമാൻ എസ്.ഐ.കെ. തങ്ങൾ ബുഖാരിയുടെ നേതൃത്വത്തിൽ സിറാജുദ്ദീൻ ഷൈഖിന്റെ മഖ്ബറ സിയാറത്ത് നടക്കും. തുടർന്ന് ഖദീജ കാസിൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടികളിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ, ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, മന്ത്രി വി. അബ്ദുറഹ്മാൻ, മുത്തനൂർ തങ്ങൾ തുടങ്ങിയവരും ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളും സംബന്ധിക്കും. സാന്ത്വന സേവന സരണിയെ സമ്പന്നമാക്കി കഴിഞ്ഞ 4 വർഷമായി അൽ സിറാജ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വിവിധങ്ങളായ സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രധാനമായും പദ്ധതികളിലെ പ്രഥമ ഇനം ഓട്ടിസം പോലെയുള്ളത് ബാധിച്ച ഭിന്നശേഷിക്കാരായ സന്താനങ്ങളുടെ പുനരധിവാസമായിരുന്നു. ഇതിനായി അൽ സിറാജ് ക്യാമ്പസിൽ സംവിധാനിച്ച എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന കിരണം ബഡ്സ് സ്കൂൾ പ്രവർത്തനം തുടരുകയാണ്. മറ്റു പദ്ധതികളിൽ പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആൻ പഠന മനന ഗവേഷണ കേന്ദ്രം, അതിനാവശ്യമായ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം ഒരു നില പൂർത്തിയായിരിക്കുകയാണ്. കേരള മജ്ലിസ് എന്നറിയപ്പെടുന്ന ഈ ബിൽഡിങ്ങിന് മുകളിൽ വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള സൗകര്യം കൂടി പൂർത്തിയായാൽ 2ാമത്തെ സ്ഥാപനം ആരംഭിക്കുകയാണ്. അൽ സിറാജിന്റെ ഈ വർഷത്തെ അവാർഡുകൾ മുൻ ഹജ്ജ് കമ്മിറ്റി അംഗം കെ. മുഹമ്മദ് കാസിം കോയ പൊന്നാനിക്ക് ചടങ്ങിൽ സമ്മാനിക്കും. ആലങ്കോട് ലീലാകൃഷ്ണൻ, പാലോളി മുഹമ്മദ് കുട്ടി, മുൻ എം.പി. സി. ഹരിദാസ്, സി.പി. ബാവ ഹാജി തുടങ്ങിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പൊതുപ്രവർത്തകരെയും എം.പി. ഹസൻ ഹാജി, ഡോക്ടർ വി. ഹംസ, കെ.വി. അബ്ദുൽ നാസർ, നെല്ലറ ഷംസുദ്ദീൻ, സി. മാധവൻ എന്നീ വ്യവസായികളെയും ചടങ്ങിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അൽ സിറാജ് പ്രസിഡന്റ് ടി.പി. മുഹമ്മദ് അലി മൗലവി, ജനറൽ സെക്രട്ടറി സിദ്ദിഖ് മൗലവി ഐലക്കാട്, സ്വാഗത സംഘം ചെയർമാൻ എസ്.ഐ.കെ. തങ്ങൾ, ജനറൽ കൺവീനർ മുസ്തഫ ഷുഗുപുരം, ഹൈദർ സത്യാക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. NCV ന്യൂസ് എടപ്പാൾ.